السلام عليك يا نور الصباح. وعن عطاء بن أبي رباح رضي الله عنه قال അത്താഅ് ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാനും അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും കൂടെ ഇങ്ങനെ ഇരിക്കതാ. ഖാല ലിബ്നു അബ്ബാസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ എന്നോട് പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കണം. എന്താ പറഞ്ഞത്? അലാ ഉരീകം റഅതം മിൻ അഹ്ലിൽ ജന്ന, അനക്ക് സ്വർഗവാസിയായ പെണ്ണിനെ കാണണോ ചോദിച്ചു. സ്വർഗത്തിലുള്ള പെണ്ണല്ലേ, ആയിക്കോട്ടെ. അതാ അലാ ഉരീക, നിനക്ക് ഞാൻ കാണിച്ചു തരട്ടെയോ, ഇംറഅതൻ, ഒരു പെണ്ണിനെ, മിൻ അഹ്ലിൽ ജന്ന, സ്വർഗത്തിന്റെ അഹ്ലുകാരിൽപ്പെട്ട ഒരു പെണ്ണിനെ. ഫഖുൽതു, ഉടനടി ഞാൻ പറഞ്ഞു, ബല, അതെ, കാണിച്ചു തരൂ. സ്വർഗത്തിലുള്ള ഒരു പെണ്ണിനെ കാണാലോ. ഖാല അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, ഹാദിഹിൽ മർഅത്തു സൗദാ, ഇതൊക്കെ ആ പോണ കറുത്ത പെണ്ണാകുന്നു. അപ്പോ സ്വാഭാവികമായി സ്വർഗത്തിലെ പെണ്ണ് എന്നൊക്കെ പറയുമ്പോഴേ ഹൂറിലിങ്ങൾ ഓർമ്മ വന്നിട്ടേ ഇങ്ങനെ ലംഘി മറിയണ്ടേറ്റ വിചാരിക്കണ്ട. ഒരു കറുകറുത്ത വർഗത്തിൽപ്പെട്ട ഒരു പെണ്ണാണ്. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവൾ സ്വർഗത്തിലാണെന്ന് പറഞ്ഞിരുന്നു. എന്തേ കാരണം? അത്തത്തിൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത്തത്തിൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവര് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരികിൽ വന്നു ഒരിക്കൽ. കാലത്ത് ആ പെണ്ണ് പറഞ്ഞു, ഇന്നി ഉസ്റഉ, ഞാൻ ബോധക്ഷയമാക്കപ്പെടാറുണ്ട്. ഓർമ്മട്ടുക, നമ്മുടെ നാട്ടില് ഓർമ്മട്ടുക, പെട്ടെന്നാണ്ട് ഓർമ്മട്ടുക. ഓർമ്മട്ടുകല് മാത്രല്ല, വൈന്നീയതകശഫു, ഞാൻ എൻ്റെ വസ്ത്രങ്ങളൊക്കെയും വെളിവാക്കുകയും ചെയ്യും. വസ്ത്രങ്ങൾ അങ്ങട്ട് ബോധം കെട്ട് വീണ പിന്നെ അങ്ങട്ട് ഇളകി മറിഞ്ഞ് വസ്ത്രമൊക്കെ പോയിട്ടുണ്ടാകും. അതാ തകശഫു, എൻ്റെ ഔറത്തുകൾ വെളിവാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഫദഉല്ലാഹു തആല ലി, അങ്ങ് അള്ളാഹുവിനോടൊന്ന് ദ്വാരിക്കണമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. അവർക്കുള്ളൊരു വിശ്വാസം. ഡോക്ടർ അടുത്ത് പോയിട്ട് പറഞ്ഞതൊക്കെ ഇങ്ങനെ, പിന്നെ എന്തുണ്ട്, ഇതുണ്ട്, ബോധക്ഷയം ഉണ്ടാകുന്നുണ്ട്, രണ്ട് ഗുളിക തരണമെന്നല്ലേ എന്താ പറഞ്ഞത്? നിങ്ങളും ദ്വാരുന്നാണീ, അപ്പൊക്കെ മാറേ, വിശ്വാസാണേ, ദ്വാരക്കം മാറും ചെയ്യും. ശ്രദ്ധിച്ചോളി, അതാ കാണുന്നത്. ഖാല ഫദ്ഉല്ലാഹ തആല ലി, എനിക്ക് വേണ്ടി അല്ലാഹുവിനോടൊന്ന് ദ്വാരിക്കൂ. ഖാല, മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇൻ ശിഅ്തി, പെണ്ണെ, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ, സ്വബർത്തി, നീ ക്ഷമിച്ചോ, വലക്കിൽ ജന്ന, നിനക്ക് സ്വർഗം കിട്ടുട്ടോ. സംഭവം ശരിയാണ്, എനിക്ക് വീഴുന്നുണ്ട്, റോട്ടിലും അങ്ങാടിലും ബസ്സിലും വണ്ടിയിലും ഒക്കെ വീഴുന്നുണ്ട്. വീഴുമ്പോ വസ്ത്രങ്ങളൊക്കെ പോകണ്ട, അതും ശരി തന്നെ. പക്ഷെ ഞാൻ ദ്വാരുന്ന മാറൂല എന്നല്ല, എനിക്ക് വേണമെങ്കിൽ ക്ഷമിച്ചോ, സ്വർഗം കിട്ടുട്ടോ. അതല്ല, ഞാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദഅവതുല്ലാഹ തആല, ഞാൻ പടച്ച റബ്ബിനോട് ദ്വാർന്നു കൊള്ളാം, അയ്യു ആഫിയക്കി, നിനക്ക് ആഫിയത്ത് തരാൻ വേണ്ടി ഞാൻ ദ്വാർക്കാം. അപ്പൊ പെണ്ണിങ്ങനെ ഒരു നിമിഷം നിന്നിട്ട് പറഞ്ഞു, ഇക്ക് സ്വർഗം മതിയാണ്. അതാ ഫഖാലത്ത്, ആ പെണ്ണ് ഉടനടി പറഞ്ഞു, അസ്ബിറു, ഞാൻ ക്ഷമിച്ചു നബിയെ, എനിക്ക് ഇനിയൊന്നും വേണ്ട. പെണ്ണുങ്ങൾ അധികം നരകത്തിലാണെന്നല്ലേ പറഞ്ഞത്, നിനക്ക് സ്വർഗം കിട്ടൂലേ, മതി. എന്തായിരിക്കും ആലോചിച്ച് നോക്കിപ്പോ, കല്യാണത്തിന് പോകാൻ പറ്റുമോ? നിങ്ങളെ നമ്മളെ പേര് അള്ളാഹു കാക്കട്ടെ, നമ്മള് ഭാര്യക്ക് അങ്ങനെ സങ്കല്പിച്ചു നോക്കുകയാണെങ്കിൽ കല്യാണത്തിന് പോകാൻ പറ്റുമോ? വിരുന്ന് പോകാൻ പറ്റുമോ? ഇത് നിക്കലിലടക്കാണ്ട് വീണ് ഇളകണ്, ഇങ്ങനെ കൂടി വസ്ത്രം കൂടി ആവണം, എന്തായിരിക്കും സ്ഥിതി? നമ്മളും മനസ്സിലായി. നമ്മൾ പറയും സ്വർഗല്യ മടിച്ചെന്ന് ദ്വാരക്കാൻ മന്നാളുസ്ഥാനോട് അറിയില്ലേ? ആ പെണ്ണ് പറഞ്ഞു, ഞാൻ ക്ഷമിച്ചോളക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ക്ഷമിച്ചോളാം,
എനിക്ക് സ്വർഗം മതി, എനിക്ക് വേറൊന്നും വേണ്ട, ദുനിയാവിന്റെ എന്തായിക്കോട്ടെ, ഞാൻ ഓർമ്മട്ട് വീണാലും വേണ്ട, വീണിനെയും വേണ്ടില്ല, ക്ഷമിച്ചോളാന്ന്. പക്ഷെ ഒരു സങ്കടമുണ്ട്. അതാ അപ്പൊ കാലത്തെ ആ പെണ്ണ് പറഞ്ഞു അസ്ബിറു, ഞാൻ ക്ഷമിച്ചോളാ. അപ്പൊ കാലത്ത് പെണ്ണ് പറഞ്ഞു ഇന്നി അത്തകശഫു, മാത്രല്ല ഞാൻ എൻ്റെ വസ്ത്രങ്ങളെയൊക്കെ ഒഴിവാക്കുന്നുണ്ട് വീഴുന്ന സമയത്ത്. അതുകൊണ്ട് ഞാൻ എൻ്റെ വസ്ത്രങ്ങളെ ഒഴിവാക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് ദ്വാരിക്കൊണ്ടീർ. എപ്പോഴും ഇത് പെണ്ടാവിച്ചിട്ടും ഇങ്ങനെ കെട്ടിപ്പോതിയാൻ പറ്റൂലല്ലോ. അപ്പോ ഞാൻ വീണോട്ടേക്ക് കുഴപ്പമൊന്നുമില്ല, ഓർമ്മട്ടും വീണോട്ടെ, പക്ഷെ ഞാൻ വീഴുന്ന സമയത്ത് എൻ്റെ അവർത്ത് മറ്റുള്ളവർ കാണുക എന്ന് പറയുന്ന ഒരു അവസ്ഥ, അതൊന്നും ഒഴിവായി കിട്ടിയാൽ മതിയായിരുന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പഠിച്ചോനെ ഈ പെണ്ണിഞ്ഞ് വീഴാൻ നീന്താൻ പാടില്ല, അവളെ വസ്ത്രം പോകാൻ പാടില്ല ട്ടോ. മുത്തനബി കണ്ടു തോന്നുന്നു. അപ്പൊ പെണ്ണ് ബോധക്ഷയം ഉണ്ടാവും ഇടക്കിടക്ക്. അത് ക്ഷമിച്ചാണ്ട് നടന്നു. മുത്തഫഖുൻ. അപ്പൊ ആ പെണ്ണിന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം കൊടുത്ത പെണ്ണാണ് എന്ന്, ദുനിയാവിന്ന് നേരെ സ്വർഗമുള്ള പെണ്ണിനെ കാണുകയാണ്. ക്ഷമിക്കാൻ പണിയാണ്, അത്രയും പണിയല്ലേ. അപ്പൊ എത്ര കണ്ട് വിഷമുള്ളതാണോ നമ്മൾ ക്ഷമിക്കുന്നത്, അത്ര കണ്ട് കൂലിയും വർധനമുണ്ടാകും. അപ്പോ വലിയ മാന്യത ഉള്ളവർ, ഇപ്പൊ നമ്മളെപ്പോലുള്ള ഒരാൾക്കൊന്നും ഇപ്പൊ മാന്യത ഒന്നുമില്ല. നമ്മൾ ആരടിയിൽ അറിയാനാ, നമുക്കൊന്നും പ്രശ്നമുണ്ടാവില്ല. നേരെ മറിച്ച് ചെറിയൊരു വിഷയം തന്നെ നടന്നാൽ മതി, വലിയ ആളുകളെ സംബന്ധിച്ച് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പൊ ക്ഷമിക്കാന്ന് പറഞ്ഞാൽ വലുതാണ്, അങ്ങേയറ്റം ക്ഷമിക്കണം എന്ന വലിയ കൂലിട്ടും. വാൻ നബി അബ്ദുറഹ്മാൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബൂ അബ്ദുറഹ്മാൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുമേ തൊട്ട റിപ്പോർട്ട്, ഖാല കഅന്നി അൻദുറു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഇങ്ങനെ നോക്കുന്നത് പോലെ. നമ്മൾ പറയില്ലേ, ഞാൻ എപ്പോഴും ഇങ്ങനെ കാണുന്നുണ്ടിട്ടോ അതേന്ന് സംഭവം, ചില സംഭവം ഇങ്ങനെ പറയുമ്പോ നമ്മൾ പറയില്ലേ, ഞാൻ എപ്പോ ഇങ്ങനെ നേരിട്ട് കാണുന്ന മാതിരിക്ക് തോന്നുന്നുണ്ട് എന്ന് പറയാലോ. അതാ അപ്പോ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിച്ചു കൊടുത്ത ആ വിവരണത്തിന്റെ പ്രതിധ്വനിയൊക്കെ അയാളെ മുമ്പിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുകയാണ്. അതാ മുത്തനബി വിവരിക്കുന്നു, നബിയ്യം മിനൽ അംബിയാ, മുൻകാല അംബിയാക്കളിൽപ്പെട്ട ഒരു നബിയെ, സ്വലവാത്തുല്ലാഹി വസലാമുഹു അലൈഹിം, അള്ളാഹുവിന്റെ രക്ഷയും കരുണയും അവരുടെ മേലുണ്ടായിരിക്കട്ടെ. എന്താണ് ആ നബിന്റെ അവസ്ഥ? ലറബഹു ഖൗമുഹു, അയാളുടെ ആ പ്രവാചകരുടെ ജനത അവരെ അടിച്ചു. ഫഅദ്മഉഹു, അവര് രക്തം പൊട്ടിച്ചു. എന്തിനു പോയിട്ട്? ഇന്നീലക്കും ലനാസിഹോ, ഞാൻ നിങ്ങൾക്ക് നല്ല ഉപദേശകനാ, നിങ്ങൾ ഈ ചെയ്യണമെന്നും ശരിയല്ല, നിങ്ങൾ ഏകനായ അള്ളാഹുവിന്റെ വിശ്വാസത്തിലേക്ക് കടന്നു വരണം എന്ന് പറഞ്ഞ പോലെ അറിഞ്ഞുതാ നേരൊന്ന് എറി ഞങ്ങൾ കല്ലെടുത്തിട്ട് എന്തൊക്കെ മനസ്സിലാക്കിക്കണോ ചോദിച്ചു. അങ്ങനെ കല്ലെടുത്തെറിയാനും അടിക്കാനും, അടിച്ചിട്ട് രക്തം കണ്ട് പൊട്ടി ഒലിക്കാൻ തുടങ്ങിയതാ. അപ്പോ ആ പ്രവാചകൻ എന്താ ചെയ്തത് എന്നാ, വഹുവ, ആ പ്രവാചകര് അടിച്ചിട്ട് മുഖത്ത് കൂടെ ഇങ്ങനെ ഒലിക്കുമ്പോ ആ രക്തം ഇങ്ങനെ ഒഴിവാക്കുന്നുണ്ട് തുടച്ചിട്ട്. എന്നിട്ടോ യഖൂലു, എന്നിട്ടും അവര് പറയണത് എന്താ? അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. ദായികൾക്കൊക്കെ വലിയ പ്രചോദനമുള്ള ഹദീസാ. എന്താ പറഞ്ഞത്? അടിച്ച് രക്തം പൊട്ടിച്ച് ആ രക്തം ഇങ്ങനെ തുടച്ച് മാറ്റിക്കൊണ്ട് ഒഴിവാക്കുക. എന്നിട്ട് പറയണെന്താ? പടച്ചോനെ, അല്ലാഹുമ്മ റബ്ബേ ഇഗ്ഫിർ ലിഖൗമി, എൻ്റെ ഈ ജനങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണേ. ഫഇന്നഹും ലാ യഅലമൂൻ, ഇവർ വിവരമില്ലാത്തവരാണ്. എൻ്റെ നബിനെ ആക്രമിക്കണ കാണുമ്പോ എനിക്ക് സഹിക്കൂല. ഇജ്ജ് അവരെന്തെങ്കിലും ചെയ്യുന്നറിയാ? വേണ്ട, ഒരിക്കലും വേണ്ട. മാഷേ, നമ്മൾ ഇനി ഓരോരുത്തർക്ക് പൊന്തി ചെന്ന് അപ്പോ തന്നെ നിങ്ങളെ ഒരു സംഘടന, നിങ്ങൾ കുറെ ആൾക്കാരുണ്ട്, കള്ളന്മാർ എന്നും പിരിവാ, നിങ്ങൾക്ക് പണി പുട്ടടിച്ചല്ല നിങ്ങളെ പണി.
അപ്പൊ എന്താ പറയാ, ഇതാ ഈ ബുക്കും പേപ്പറും വെച്ചു, ഞാൻ സെക്രട്ടറി സ്ഥാനത്ത് കുലഞ്ഞിട്ടോ, ഞാൻ ഈ സെക്രട്ടറി സ്ഥാനത്ത് കുല. ഇക്ക് ആൾക്കാർ മുഴുവൻ ചീത്ത പറയാ. ഇക്കെന്തതിൽ ലാഭമുള്ളത്? എന്റെ ചെരുപ്പ് തേഞ്ഞ് വേറെ പെന്നും പെൻസിലും കടലാസൊക്കെ ഞാൻ എടുത്തതാ. പറ്റുമോ? പറ്റൂല. കല്ലെടുത്തറിയും, ചീത്ത വിളിക്കും, പാട്ടും വായിപ്പിക്കും, മഹലിൽ നിന്ന് പിരിച്ചിടും, ഒക്കെ ചെയ്യും. പിരിച്ചിട്ടോട്ടെ, പിരിച്ചിട്ടോട്ടെ, വേറെ പോയിക്കണം, ആയിക്കോട്ടെ, കല്ലെടുത്തെറി എറിഞ്ഞോട്ടെ. എന്തിന്? നമ്മളെ കുട്ടിയെ കാര്യാങ്ങാൻ പോയിട്ട് ഏറിട്ടിയതാ. എന്റെ കുട്ടിയെ കുറച്ച് ചോറ് തരണം എന്ന് എന്നിട്ടല്ലല്ലോ, ഇക്കെന്തെങ്കിലും തരണം എന്ന് പറഞ്ഞിട്ടല്ലല്ലോ, അല്ലെങ്കിൽ ഓല പെരി കിടന്നെന്തെങ്കിലും കാട്ടിയിട്ടൊന്നല്ലല്ലോ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീന് പറഞ്ഞു കൊടുത്തിട്ടാണ്. സഹിക്കണം. ഈ കാലഘട്ടം ഇത് വളരെ സൂട്ടബിൾ ആയ കാലഘട്ടം. പറയാൻ പറ്റുമോ? പറഞ്ഞപ്പോ വായിപ്പിച്ചല്ലേ, പറഞ്ഞാ വായിപ്പിക്കാണ്. ഓനും ശരിയാണ്, ഇവനും ശരിയാണ്, മറ്റോനും ശരിയാണ്, അയാളും കുഴപ്പമില്ല, ഇയാളും കുഴപ്പമില്ല, എല്ലാവരും കുഴപ്പമില്ലാത്തവരാണെന്ന് നമ്മൾ പറയണമെന്ന്. പിന്നെ ഇനി ദീന് പറയാൻ ആരാ വരിക? എല്ലാവരും അത് പറഞ്ഞു, മഹദിമാമ് വരേക്കാരെന്ന്. വരുമ്പോൾ അത് പണി കഴിഞ്ഞിട്ടുണ്ടാവൂലേ? പറ്റൂല. ഒരു കൗമ എന്നും സത്യത്തിന് മേൽ ഉറച്ചു ക്ഷമിക്കേണ്ടി വരും. സമൂഹത്തിൽ നിന്നുള്ള പ്രയാസങ്ങളൊക്കെ ക്ഷമിക്കേണ്ടി വരും. അള്ളാഹു എല്ലാ പ്രയാസവും കാക്കട്ടെ. നമ്മളിപ്പോ വരാൻ വേണ്ടി പറയില്ല, വന്നാൽ നമ്മളെ ദൈവത്തിന്റെ ഭാഗത്ത് നമ്മൾ വിടാൻ പാടില്ല എന്നാണ് അത് പറയാളെ കേട്ടോ. പിന്നെ അപ്പൊ ആ പ്രവാചകർക്ക് അങ്ങനെ അടികിട്ടി രക്തം വന്നിട്ടും ക്ഷമകേടൊന്നും പറഞ്ഞില്ല എന്നാണ്. ക്ഷമകേടൊന്നും പറഞ്ഞില്ല. നമുക്ക് എന്തെങ്കിലും നശിക്കട്ടോ, ഓൻ അങ്ങനെ ആവട്ടെ ഇങ്ങനെ ആവട്ടെ എന്ന് പറയാൻ പാടില്ല, പറയരുത് കേട്ടോ.